നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി, മട്ടന്നൂർ എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കണ്ണൂർ ജില്ലയിലെ തെയ്യങ്ങളുടെയും തിറകളുടെയും നാടായ ചരിത്രവും പാരമ്പര്യവും ഇഴചേർന്ന് കിടക്കുന്ന കല്യാശ്ശേരി നിയോജക മണ്ഡലം ഏഴിമല നാവിക അക്കാദമിയുടെ സാന്നിധ്യം കൊണ്ട് തന്ത്രപ്രധാനമായ വളപട്ടണം പുഴയുടെയും കുപ്പം പുഴയുടെയും തീരങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മണ്ണ് ഇന്ന് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിലാണ്. കണ്ണൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന ആന്തൂർ മുനിസിപ്പാലിറ്റിയും ചെറുകുന്ന്, കല്യാശ്ശേരി, കണ്ണപുരം, മാട്ടൂൽ, നാറത്ത് എന്നീ ഗ്രാമപഞ്ചായത്തുകളും തളിപ്പറമ്പ് താലൂക്കിലെ പട്ടുവം ഗ്രാമപഞ്ചായത്തും ചേർന്നതാണ് കല്യാശ്ശേരി നിയോജക മണ്ഡലം. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ളം, സേവന മേഖലകളിൽ തുടങ്ങിയ സമസ്ത മേഖലകളിലും വികസനത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കപ്പെടുകയാണ്. സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് കിഫ്ബി എന്ന കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത നൽകുന്ന സംവിധാനവും ചേർന്നാണ് ഈ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. കിഫ്ബി പദ്ധതിയിലൂടെ നവകേരളം സൃഷ്ടിക്കാനുള്ള പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ്. കിഫ്ബിക്ക് 25 വയസ്സ് പൂർത്തിയാവുകയാണ്. നവകേരള സൃഷ്ടിയിൽ ഒന്നാം പിണറായി സർക്കാർ കിഫ്ബിയെ ഫലപ്രദമായി ഉപയോഗിച്ചു. അതിൻ്റെ മാറ്റം കേരളത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നുമുണ്ട്. പുതിയ പാലങ്ങൾ, പുതിയ റോഡുകൾ, ഹോസ്പിറ്റൽ കെട്ടിടങ്ങൾ, വിദ്യാലയങ്ങൾ, അങ്ങനെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിൽ കേരളത്തിൽ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ കിഫ്ബിയിലൂടെ നടത്തി വരികയാണ്. കല്യാശ്ശേരി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കിഫ്ബിയുടെ 466 കോടിയുടെ പദ്ധതികളാണ് നടന്നു വരുന്നത്. അതിൽ ചില പദ്ധതികൾ പൂർത്തീകരിച്ചു, ചില പദ്ധതികൾ ഇപ്പോഴും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കല്യാശ്ശേരി മണ്ഡലത്തിലാണ്. 34 കോടിയുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് ഇപ്പോൾ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ട്രോമ കെയർ. 80 കോടിയുടെ ട്രോമ കെയർ കിഫ്ബിയിലൂടെ അനുവദിച്ചു. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. മണ്ഡലത്തിലെ റോഡുകൾ, മണ്ഡലത്തിലെ പാലങ്ങൾ അത് വിപുലമാക്കാനും അത് കൂടുതൽ സൗകര്യപ്രദമാക്കാനും കിഫ്ബി പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട്. പുതിയ പാലങ്ങൾ, പഴയങ്ങാടി പുതിയ പാലത്തിൻ്റെ പ്രവൃത്തി നടന്നു വരികയാണ്. കാവിൻമുനമ്പ് പാലം ഏറെക്കാലത്തെ കല്യാശ്ശേരി മണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു. 76 കോടി രൂപ കിഫ്ബി അനുവദിച്ച് അതിൻ്റെ അവസാനഘട്ട നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. വെങ്ങര റെയിൽവേ മേൽപ്പാലം, അങ്ങനെ കല്യാശ്ശേരി മണ്ഡലത്തിലെ പുതിയ പാലങ്ങൾ, മൂലക്കീൽ കടവ് പാലം ഉൾപ്പെടെ കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിച്ച് ലഭിച്ചതാണ്. മികച്ച റോഡുകൾ കല്യാശ്ശേരി മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചിലത് പൂർത്തീകരിച്ചു, ചിലത് നടന്നു വരുന്നുണ്ട്. കല്യാശ്ശേരി മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് 36 കോടി രൂപയാണ് അനുവദിച്ചത്. ചിലതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു, ചിലത് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. 3.90 കോടിയുടെ പദ്ധതികൾ ഇപ്പോൾ കല്യാശ്ശേരി മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, കിഫ്ബിയിലൂടെയാണ് നമ്മുടെ മണ്ഡലത്തിലെ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് സ്കൂളിൽ 3 നില കെട്ടിടം 1 മാസം മുന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്തത്. ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള പുതിയ സ്കൂൾ കെട്ടിടങ്ങളിലേക്ക് കിഫ്ബിയിലൂടെ മാറ്റം വരുന്നു എന്നത് ഏറെ അഭിമാനകരമായ ഒന്നുകൂടിയാണ്. ആധുനിക ശ്മശാനങ്ങൾ കിഫ്ബിയിലൂടെ പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആധുനികമായ മത്സ്യ മാർക്കറ്റുകൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നതെല്ലാം കിഫ്ബിയുടെ ഒരു നേട്ടമായി തന്നെ പറയാൻ പറ്റുന്നു. മണ്ഡലത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തിൽ കിഫ്ബി വഹിച്ച പങ്ക് തീർച്ചയായും അത് അഭിനന്ദനാർഹമാണ്. ആ സജീവമായ ഇടപെടൽ കിഫ്ബിയിലൂടെ നടക്കുകയാണ്. കേരളത്തിലുടനീളം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കിഫ്ബിയിലൂടെ സാധിച്ചിട്ടുണ്ട്. പിണറായി സർക്കാർ ഫലപ്രദമായ ഇടപെടലാണ് നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കൂടിയ കിഫ്ബിയെ ഉപയോഗപ്പെടുത്തിയത്. കിഫ്ബിക്ക് 25 വയസ്സ് പൂർത്തിയാവുകയാണ്. തീർച്ചയായും കേരളത്തിൻ്റെ വികസനത്തിൽ വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കിഫ്ബിയുടെ 25ാം പിറന്നാളിന് എല്ലാ ആശംസകളും അറിയിക്കുന്നു. വളരെ സജീവമായി കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് കിഫ്ബിയുടെ ഇടപെടൽ ഉണ്ടാകട്ടെ, സാന്നിധ്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നതും പരിഗണനയിലുള്ളതും. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങളിലൊന്ന് ഗതാഗത രംഗത്താണ്.
പ്രധാന പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന റോഡുകളും പാലങ്ങളും മേൽപ്പാലങ്ങളും യാഥാർത്ഥ്യമാകുമ്പോൾ അത് നാടിൻ്റെ സാമ്പത്തിക സാമൂഹിക വളർച്ചയ്ക്ക് വലിയ ഊർജം പകരും. കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് ഈ മേഖലയിൽ നടപ്പാക്കുന്നത്. തളിപ്പറമ്പ് പട്ടുവം ചെറുകുന്ന റോഡ് നവീകരിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഇതിനകം 15 കോടിയിലധികം രൂപ ചെലവഴിച്ചു. കുപ്പം ചുടല പനപ്പുഴ റോഡും മാതമംഗലം ഏരിയം റോഡും നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. പാലങ്ങളും യാഥാർത്ഥ്യമാവുകയാണ്. കാവൻ മുനമ്പ് പാലം നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. 10 കോടിയിലധികം രൂപ ഇതിനകം ചെലവഴിച്ചു. മൂലാക്കിൽക്കടവ് പാലം നിർമ്മാണവും നടക്കുന്നു. റെയിൽവേ ഗേറ്റിലെ കാത്തിരിപ്പ് ഒഴിവാക്കാൻ മാടായി എട്ടിക്കുളം റോഡിൽ വേങ്ങരയിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്ന പദ്ധതിയും പുരോഗമിക്കുകയാണ്. ഇതിൽ 10 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. ഈ ഗതാഗത ശൃംഖലയുടെ വികസനം കല്യാശ്ശേരിയെ കണ്ണൂർ നഗരവുമായും മറ്റു പ്രധാന കേന്ദ്രങ്ങളുമായും എളുപ്പത്തിൽ ബന്ധിപ്പിക്കും. ഏഴിമല നാവിക അക്കാദമി, പരിയാരം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര സുഗമമാകും. നാടിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് ഇത് അടിത്തറപ്പാകും. നാളെയുടെ പൗരന്മാരെ വാർത്തെടുക്കുന്ന വിദ്യാലയങ്ങൾക്ക് ഏറ്റവും മികച്ച ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുക എന്നത് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ നടപ്പാക്കുന്ന വിവിധ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ സ്കൂളുകൾ ആധുനിക സൗകര്യങ്ങളോടെ മുഖമിനുക്കുകയാണ്. നിരവധി പദ്ധതികളിലായി കോടിക്കണക്കിന് രൂപയാണ് കല്യാശ്ശേരി മണ്ഡലത്തിലെ സ്കൂളുകൾ ഉൾപ്പെടുന്ന ക്ലസ്റ്ററുകൾക്കായി അനുവദിച്ചിരിക്കുന്നത്. ഈ പദ്ധതികളെല്ലാം കൂടി ഇതിനകം വലിയ തുകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ചില പുതിയ ക്ലസ്റ്റർ പദ്ധതികൾ പരിഗണനയിലുമുണ്ട്. പുതിയതായും ആകർഷകമായും കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികൾ, ആധുനിക ലാബുകൾ, ലൈബ്രറികൾ, മികച്ച ടോയ്ലറ്റുകൾ, ശുദ്ധമായ കുടിവെള്ള സൗകര്യം എന്നിവയെല്ലാം ഒരുങ്ങുമ്പോൾ അത് കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം നൽകുന്നു. ഇതോടൊപ്പം തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പ് തീരദേശ വികസന കോർപ്പറേഷൻ വഴി നടപ്പാക്കുന്ന വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ 2ാം ഘട്ടവും മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമാണ്. 5 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ ഇതിനകം നടന്നു. ആരോഗ്യകരമായ ജീവിതത്തിനും നാടിൻ്റെ പുരോഗതിക്കും മികച്ച ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങളും ശുദ്ധമായ കുടിവെള്ള ലഭ്യതയും അത്യന്താപേക്ഷിതമാണ്. ഈ 2 മേഖലകളിലും കല്യാശ്ശേരി മണ്ഡലത്തിൽ സുപ്രധാനമായ പദ്ധതികൾ നടപ്പാക്കുന്നു. ഉത്തര മലബാറിലെ പ്രധാന റഫറൽ ആശുപത്രിയായ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ 1ാം ഘട്ട വികസനത്തിനായി വാപ്കോസിൻ്റെ മേൽനോട്ടത്തിൽ 81 കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പാക്കുന്നത്. ഇതിൽ 28 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. പുതിയ ചികിത്സാ ബ്ലോക്കുകൾ, അത്യാധുനിക ഉപകരണങ്ങൾ, കൂടുതൽ സൗകര്യങ്ങൾ എന്നിവയെല്ലാം വരുന്നതോടെ മെഡിക്കൽ കോളേജിൻ്റെ സേവനം കൂടുതൽ മെച്ചപ്പെടും.
ഇത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും. കൂടാതെ പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ആധുനിക ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്നതിനുള്ള ബൃഹത് പദ്ധതി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ നടപ്പാക്കുന്നു. 236 കോടി രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതിയുടെ പ്രയോജനം കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിനും ലഭിക്കും. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനായി കുഞ്ഞിമംഗലം, ചെറുകുന്ന്, ചെമ്പത്തൊട്ടി എന്നീ പഞ്ചായത്തുകൾക്കും ഏഴിമല നാവിക അക്കാദമിക്കും വേണ്ടിയുള്ള സമഗ്ര കുടിവെള്ള പദ്ധതി കേരള വാട്ടർ അതോറിറ്റി നടപ്പാക്കുന്നു. 56 കോടിയിലധികം രൂപ അടങ്കലുള്ള ഈ പദ്ധതിയിൽ 30 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഈ പദ്ധതി പൂർണ്ണമാകുന്നതോടെ ഈ പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായ നാവിക അക്കാദമിക്ക് തടസ്സമില്ലാത്ത ജലവിതരണം ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിനപ്പുറം ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനും ഉപജീവന മാർഗങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും യുവജനങ്ങൾക്ക് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇംപാക്ട് കേരള വഴി സംസ്ഥാനത്തുടനീളം ആധുനിക ശ്മശാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള 28 കോടി രൂപയുടെ പദ്ധതിയുടെ പ്രയോജനം കല്യാശ്ശേരിയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ലഭിക്കും. തീരദേശ മേഖലയുടെ പ്രധാന ഉപജീവന മാർഗമായ മത്സ്യബന്ധനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് തീരദേശ വികസന കോർപ്പറേഷൻ വഴി മത്സ്യ വിപണനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതി നടപ്പാക്കുന്നു. ഇതിന്റെ പ്രയോജനവും കല്യാശ്ശേരിയിലെ മത്സ്യത്തൊഴിലാളികൾക്കും ലഭിക്കും. യുവജനങ്ങളെ പുതിയ കാലത്തെ തൊഴിലുകൾക്ക് സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ നടപ്പിലാക്കുന്ന വീടിനടുത്ത് തൊഴിലിടം എന്ന 27.5 കോടി രൂപയുടെ സംസ്ഥാനതല പദ്ധതിയുടെ പ്രയോജനവും കല്യാശ്ശേരിയിലെ യുവജനങ്ങൾക്കും ലഭിക്കും. പ്രാദേശികമായി നൈപുണ്യ പരിശീലനം നൽകി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ വികസന യാത്ര ഇവിടെ പൂർത്തിയാകുമ്പോൾ പാരമ്പര്യത്തിന്റെ പെരുമയ്ക്കൊപ്പം ആധുനിക വികസനത്തിന്റെ പുതിയ മുഖം കൂടി ആർജിക്കുന്ന ഒരു നാടിന്റെ ചിത്രമാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത്. ഗതാഗത കുരുക്കഴിക്കുന്ന നാടിന്റെ സിരകളെ കൂട്ടിയിണക്കുന്ന പുതിയ റോഡുകളും പാലങ്ങളും റെയിൽവേ മേൽപ്പാലങ്ങളും, അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറക്കുന്ന നവീകരിച്ച വിദ്യാലയങ്ങൾ, ഉത്തര മലബാറിന്റെ ആരോഗ്യ രംഗത്തിന് കരുത്തേകുന്ന പരിയാരം മെഡിക്കൽ കോളേജ് വികസനവും മറ്റ് ആരോഗ്യ പദ്ധതികളും, ദാഹജലം ഉറപ്പാക്കുന്ന കുടിവെള്ള പദ്ധതി, മെച്ചപ്പെട്ട സേവനങ്ങളും ഉപജീവന മാർഗങ്ങളും ഉറപ്പാക്കുന്ന മറ്റ് സംരംഭങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് കല്യാശ്ശേരിയുടെ സമഗ്രമായ പുരോഗതിക്ക് അടിത്തറയിടുന്നത്. 100 കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് കിഫ്ബിയിലൂടെയും മറ്റ് സർക്കാർ ഏജൻസികളിലൂടെയും ഈ മണ്ണിലേക്ക് എത്തുന്നത്. മിക്ക പദ്ധതികളും നിർമ്മാണത്തിന്റെ പാതി വഴി പിന്നിടുകയോ പൂർത്തിയാകുകയോ ചെയ്തിരിക്കുന്നു. ഇത് വെറും വാഗ്ദാനങ്ങളല്ല, മറിച്ച് യാഥാർത്ഥ്യമാകുന്ന വികസനത്തിന്റെ തെളിവാണ്. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമാകുമ്പോൾ കല്യാശ്ശേരി സാമൂഹികമായും സാമ്പത്തികവുമായി ഏറെ മുന്നേറും. മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ, വർദ്ധിച്ച തൊഴിലവസരങ്ങൾ, സുരക്ഷിതമായ യാത്ര, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, പ്രാപ്യമായ ആരോഗ്യ പരിരക്ഷ എന്നിവയെല്ലാം ഈ നാടിന്റെ പുരോഗതിക്ക് ആക്കം കൂട്ടും. കണ്ണൂർ ജില്ലയിലെ കേരളത്തിന്റെ വ്യോമയാന ഭൂപടത്തിൽ ഇടം നേടിയ വികസനത്തിന്റെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്ന മട്ടന്നൂർ നിയോജക മണ്ഡലം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സാന്നിധ്യം കൊണ്ട് സംസ്ഥാനത്തിന് തന്നെ പ്രധാന ഗതാഗത ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന മട്ടന്നൂർ ഇന്ന് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് അഭൂതപൂർവമായ മുന്നേറ്റത്തിലാണ്. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയും ചിറ്റാരിപ്പറമ്പ്, കീഴല്ലൂർ, കൂടാളി, മാലൂർ, മാങ്ങാട്ടിടം, കോളയാട്, തില്ലങ്കേരി എന്നീ 7 ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് ഈ നിയോജക മണ്ഡലം. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം വിമാനത്താവള അനുബന്ധ വികസനത്തിന്റെ ഭാഗമായും അല്ലാതെയും ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് നടപ്പിലാക്കുന്നത്. ഗതാഗത രംഗത്ത് പ്രത്യേകിച്ച് വിമാനത്താവളത്തിലേക്കുള്ള റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് നടക്കുന്നത്. അതോടൊപ്പം ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, വ്യവസായം, ടൂറിസം, കായികം, ആയുർവേദം തുടങ്ങിയ സമസ്ത മേഖലകളിലും വലിയ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ദൃശ്യങ്ങൾക്ക് പരിമിതി ഉള്ളതിനാൽ ഈ വികസന സ്വപ്നങ്ങളുടെ വ്യാപ്തിയും അവ മട്ടന്നൂരിൻ്റെയും കണ്ണൂരിൻ്റെയും ഭാവിയെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്നും നമുക്ക് വാക്കുകളിലൂടെ കൂടുതൽ വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലും നിരവധി പ്രവർത്തനങ്ങൾ കിഫ്ബി സഹായത്തോടു കൂടി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം മട്ടന്നൂർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. കഴിഞ്ഞ തവണ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത്
എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കിഫ്ബി വഴി കിട്ടിയിട്ടുള്ള ധനസഹായം. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ നിറയെ ആളുകൾ വരുന്ന ഒരിടമാണ്. പക്ഷേ ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല, നല്ല കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ല, ലാബുകൾ ഉണ്ടായിരുന്നില്ല, നല്ല തിയേറ്ററുകൾ ഉണ്ടായിരുന്നില്ല, ഓപ്പറേഷൻ തിയേറ്ററുകൾ. അപ്പോൾ ആധുനികമായിട്ടുള്ള അത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനും ഏറ്റവും ആധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനും കിഫ്ബി മുഖാന്തരം നമുക്ക് വായ്പ ലഭിച്ചിട്ടുണ്ട്. അതിൽ മെഡിക്കൽ കോളേജുകൾക്ക് 500 കോടി മുതൽ 750 കോടി വരെയുള്ള പ്രവൃത്തിക്കാണ് ഭരണാനുമതി ലഭ്യമായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് 750-ലേറെ കോടി രൂപയുടെ പ്രവൃത്തിക്കാണ് ഭരണാനുമതി ലഭ്യമായത്. ഓരോ മെഡിക്കൽ കോളേജിൻ്റെതും പറയുന്നില്ല. അതുപോലെ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് 100 കോടി രൂപയുടെ വർക്കാണ് നമുക്ക് കിട്ടിയത്. ആ കൂട്ടത്തിൽ ഒന്നായിരുന്നു മട്ടന്നൂർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും. 100 കോടിയുടെ ഒരു പ്രവൃത്തിയാണത്. ആദ്യഘട്ടത്തിൽ തന്നെ 67 കോടിയുടെ പ്രവൃത്തിക്ക് ഭരണാനുമതി ലഭ്യമാവുകയും അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കിഫ്ബി പദ്ധതി ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ഇത്തരം ഒരു ആയുർവേദ റിസർച്ച് സെൻറ്ററിനെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ റവന്യൂ ടവർ, അതും കിഫ്ബി ധനസഹായത്തോടുകൂടി 28 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ്. നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മട്ടന്നൂരിലെ എല്ലാ ഭരണ സ്ഥാപനങ്ങളും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതും എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടി ഒന്നായിട്ടാണ് റവന്യൂ ടവറിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. ടൂറിസം മേഖലയിൽ കിഫ്ബി വഴി മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ലഭ്യമായിട്ടുള്ളത് തലശ്ശേരി ഹെറിറ്റേജ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പദ്ധതിയാണ്. പഴശ്ശിരാജാവിൻ്റെ കോവിലകം നിലനിന്നിരുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സ്മാരകമായി ഒരു നല്ല സ്മൃതി മണ്ഡപം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് അവിടെയുണ്ട്. അതിനെ പരിഷ്കരിച്ച് നല്ലൊരു സ്മൃതി മണ്ഡപമാക്കി മാറ്റാൻ സഹായിക്കുന്ന രീതിയിൽ നല്ല ഒരു പദ്ധതി, അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടൂറിസം മേഖലയിലും കിഫ്ബിയുടെ സഹായം നമുക്ക് കിട്ടി എന്നുള്ളതാണ്. പൊതുമരാമത്ത് മേഖലയിൽ നമുക്ക് വലിയ റോഡുകൾ കിഫ്ബിയുടെ ഭാഗമായിട്ട് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അത് കരേറ്റ കാഞ്ഞിലേരി മാലൂർ റോഡെന്ന് പറയുന്ന ഒരു വലിയ റോഡാണ്. അത് മെക്കാഡം ടാറിങ് പൂർത്തിയായി ഉദ്ഘാടനത്തിന് സജ്ജമായി നിൽക്കുകയാണ്. ഇപ്പോൾ കിഫ്ബിയുടെ 25ാം വാർഷികം ആഘോഷിക്കുന്ന സമയമാണ്. എന്നാൽ ഈ കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് കിഫ്ബി മുഖാന്തരം നടത്തിയ പ്രവർത്തനങ്ങളാണ് എടുത്തു പറയത്തക്ക പ്രവർത്തനങ്ങളായിട്ടുള്ളത്. കിഫ്ബിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള 100 കണക്കിന് ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും ഒക്കെയുണ്ട്. വളരെ ഭംഗിയായി. അതുപോലെ തന്നെ ധനകാര്യമന്ത്രിമാരുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നേരത്തെ തോമസ് ഐസക്, ഇപ്പോൾ ശ്രീ KM ബാലഗോപാൽ, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വലിയ പ്രവർത്തനം കിഫ്ബിയുടെ CEO ആയിട്ടുള്ള ശ്രീ KM അബ്രഹാം അടക്കമുള്ള കിഫ്ബിയുടെ ഉദ്യോഗസ്ഥർ, അവരെല്ലാം വളരെ സ്തുത്യർഹമായ പ്രവർത്തനമാണ് നടത്തിയത്. കിഫ്ബിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. മട്ടന്നൂർ നിയോജക മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പരാമർശിക്കേണ്ടത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഈ വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ ഉത്തര മലബാറിൻ്റെ വികസന സ്വപ്നങ്ങൾക്കാണ് ചിറകുമുളച്ചത്. എന്നാൽ ഒരു വിമാനത്താവളം വരുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. അവിടേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള മികച്ച റോഡ് സൗകര്യങ്ങൾ കൂടി വേണം. ഈ തിരിച്ചറിവോടെ വിമാനത്താവളത്തിലേക്കുള്ള റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായി ആയിരക്കണക്കിന് കോടി രൂപയുടെ ബൃഹത് പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ കിഫ്ബി സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്.
നിന്ന് വിമാനത്താവളത്തിലേക്ക് എളുപ്പത്തിലെത്താൻ സഹായിക്കുന്ന നിരവധി പാക്കേജുകളാണ് ഇതിന്റെ ഭാഗമായി വരുന്നത്. പ്രധാനപ്പെട്ടവ നോക്കാം. തലശ്ശേരി, കൊടുവള്ളി, മമ്പറം, അഞ്ചരക്കണ്ടി, മട്ടന്നൂർ റോഡ് 423 കോടി രൂപയുടെ ഈ വലിയ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ച് പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ചെറുകള, ബാവുപ്പറമ്പ്, നാണിച്ചേരിക്കടവ്, ചെക്കിയാട്ടുകടവ്, മയ്യിൽ, കോളോളം റോഡ് 291 കോടി രൂപയുടെ ഈ പദ്ധതിക്കും ഭരണാനുമതി ലഭിച്ച് പ്രാരംഭ തുക അനുവദിച്ചിട്ടുണ്ട്. പെരിങ്ങത്തൂർ, മേക്കുന്ന്, പാനൂർ, കൂത്തുപറമ്പ്, മട്ടന്നൂർ റോഡ് 591 കോടി രൂപയുടെ മറ്റൊരു വലിയ പദ്ധതിക്കും ഭരണാനുമതിയായി. പ്രാരംഭ തുക അനുവദിച്ചു. മാനന്തവാടി, ബോയ്സ് ടൗൺ, പേരാവൂർ, ശിവപുരം, മട്ടന്നൂർ റോഡിൻ്റെ 3ാം റീച്ചായ അമ്പയത്തോട് മുതൽ മട്ടന്നൂർ വരെയുള്ള ഭാഗം 964 കോടി രൂപയുടെ ഈ അതിബൃഹത്തായ പദ്ധതിക്കും ഭരണാനുമതി ലഭിച്ച് പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ കണക്ടിവിറ്റി റോഡുകൾ പൂർണ്ണമാകുമ്പോൾ കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്ന് വളരെ വേഗത്തിൽ വിമാനത്താവളത്തിൽ എത്താൻ സാധിക്കും. ഇത് യാത്രക്കാർക്ക് മാത്രമല്ല, കാർഗോ നീക്കത്തിനും ടൂറിസം വികസനത്തിനും അനുബന്ധ വ്യവസായങ്ങൾക്കും വളർച്ചയ്ക്കും വലിയ തോതിൽ സഹായമാകും. ഇവ കൂടാതെ മണ്ഡലത്തിലെ മറ്റ് പ്രധാന റോഡുകളും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്നു. ഈ റോഡ് ശൃംഖലകളുടെ എല്ലാം വികസനം മട്ടന്നൂരിനെ ഒരു പ്രധാന ഗതാഗത ഹബ്ബായി മാറ്റും. വിമാനത്താവളം വരുന്നതോടെ വർദ്ധിക്കുന്ന ജനസാന്ദ്രതയും ആവശ്യങ്ങളും കണക്കിലെടുത്ത് ആരോഗ്യരംഗത്തും വലിയ മുന്നേറ്റത്തിനാണ് മട്ടന്നൂർ സാക്ഷ്യം വഹിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മട്ടന്നൂരിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഇതിനകം 18 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി എന്നത് പദ്ധതിയുടെ പുരോഗതി വ്യക്തമാക്കുന്നു. വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, ആധുനിക ചികിത്സാ ഉപകരണങ്ങൾ, മികച്ച ഡോക്ടർമാരുടെ സേവനം എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാകും. കൂടാതെ സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും നടപ്പിലാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയുടെ പ്രയോജനം മട്ടന്നൂരിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ലഭിക്കും. ഇത് പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ പ്രാദേശിക ആരോഗ്യ സംവിധാനത്തെ സജ്ജമാക്കും. വിദ്യാഭ്യാസ രംഗത്തും കായിക രംഗത്തും മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ശ്രദ്ധേയമായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കിഫ്ബി ധനസഹായത്തോടെ നടപ്പാക്കുന്ന വിവിധ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നു. വിവിധ പദ്ധതികളിലായി കോടിക്കണക്കിന് രൂപയാണ് മട്ടന്നൂർ മണ്ഡലത്തിലെ സ്കൂളുകൾ ഉൾപ്പെടുന്ന ക്ലസ്റ്ററുകൾക്കായി അനുവദിച്ചിരിക്കുന്നത്. ഈ പദ്ധതികളെല്ലാം കൂടി വലിയ തുകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഹൈടെക് ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറികൾ എന്നിവയെല്ലാം കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം നൽകുന്നു. മട്ടന്നൂരിൽ കായിക സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ പുരോഗമിക്കുകയാണ്. പടിയൂർ, തിരുവമ്പാടി എന്നിവിടങ്ങളിലും ഉൾപ്പെടുന്ന ഈ ക്ലസ്റ്റർ പദ്ധതിക്ക് 3.9 കോടി രൂപയുടെ പ്രവൃത്തികൾ നടന്നു. കൂടാതെ മട്ടന്നൂരിൽ ഒരു അക്വാട്ടിക് കോംപ്ലക്സ് നിർമ്മിക്കാനുള്ള പദ്ധതിയും സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ പരിഗണനയിലുണ്ട്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ നീന്തൽ പരിശീലനത്തിന് മികച്ച സൗകര്യമാകും. മട്ടന്നൂരിന്റെ വികസനം കേവലം റോഡുകളിലോ കെട്ടിടങ്ങളിലോ ഒതുങ്ങുന്നതല്ല. ആയുർവേദം, വ്യവസായം, കുടിവെള്ളം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിലും വലിയ പദ്ധതികളാണ് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മട്ടന്നൂരിനടുത്ത് സ്ഥാപിക്കുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം. കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന ഈ അഭിമാന പദ്ധതിയുടെ 1ാം ഘട്ടത്തിനായി 83 കോടിയിലധികം രൂപ അനുവദിച്ചതിൽ 40 കോടി രൂപയുടെ പ്രവൃത്തികൾ നടന്നു. 2ാം ഘട്ടത്തിനായി ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി കഴിഞ്ഞു. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ കേരളം ആയുർവേദ ഗവേഷണ രംഗത്ത് ലോക ഭൂപടത്തിൽ ഇടം നേടും. മട്ടന്നൂർ ഒരു പ്രധാന ആയുർവേദ ഹബ്ബായി മാറും. വ്യവസായ രംഗത്ത് കണ്ണൂർ, പാലക്കാട് ജില്ലകളിലായി കിൻഫ്ര നടപ്പാക്കുന്ന ഭീമമായ വ്യവസായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ പ്രയോജനം മട്ടന്നൂരിനും ലഭിക്കും. വിമാനത്താവളത്തിന്റെ സാമീപ്യം പുതിയ വ്യവസായങ്ങളെ ആകർഷിക്കാൻ സഹായിക്കും. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാൻ മട്ടന്നൂർ, ഇരിട്ടി മുനിസിപ്പാലിറ്റികൾക്കായുള്ള സമഗ്ര കുടിവെള്ള പദ്ധതി
കേരള വാട്ടർ അതോറിറ്റി നടപ്പാക്കുന്നു. 1-ാം ഘട്ടത്തിനായി 70 കോടിയിലധികം രൂപ ചെലവഴിച്ചു. വിതരണ ശൃംഖല സ്ഥാപിക്കുന്ന 2-ാം ഘട്ടത്തിനായി 26 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ നടന്നു. കൂടാതെ ചേരാവൂർ, മുഴക്കുന്ന്, പായം, അയ്യൻകുന്ന് പഞ്ചായത്തുകൾക്കായുള്ള കുടിവെള്ള പദ്ധതിയും കണ്ണൂർ PS സർക്കിളിന് കീഴിലുള്ള മറ്റ് പദ്ധതികളും പുരോഗമിക്കുന്നു. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാൻ മട്ടന്നൂർ, ഇരിട്ടി മുനിസിപ്പാലിറ്റികൾക്കായുള്ള സമഗ്ര കുടിവെള്ള പദ്ധതി കേരള വാട്ടർ അതോറിറ്റി നടപ്പാക്കുന്നു. 1-ാം ഘട്ടത്തിനായി 70 കോടിയിലധികം രൂപ ചെലവഴിച്ചു. വിതരണ ശൃംഖല സ്ഥാപിക്കുന്ന 2-ാം ഘട്ടത്തിനായി 26 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ നടന്നു. കൂടാതെ പേരാവൂർ, മുഴകുന്ന്, പായം, അയ്യൻകുന്ന് പഞ്ചായത്തുകൾക്കായുള്ള കുടിവെള്ള പദ്ധതിയും കണ്ണൂർ PS സർക്കിളിന് കീഴിലുള്ള മറ്റ് പദ്ധതികളും പുരോഗമിക്കുന്നു. ടൂറിസം രംഗത്ത് തലശ്ശേരി ഹെറിറ്റേജ് പ്രൊജക്ടിന്റെ ഭാഗമായുള്ള വികസന പ്രവർത്തനങ്ങൾ സമീപ പ്രദേശങ്ങളിൽ നടക്കുന്നത് മട്ടന്നൂരിനും ഗുണകരമാകും. കൂടാതെ മട്ടന്നൂരിൽ റവന്യൂ ടവർ നിർമ്മിക്കുന്ന പദ്ധതിയും പുരോഗമിക്കുന്നു. KDISCന്റെ വീടിനടുത്ത് തൊഴിലിടം പദ്ധതിയും യുവജനങ്ങൾക്ക് പ്രയോജനപ്പെടും. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ വികസന യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ അതിവേഗം മുന്നേറുന്ന വലിയ സാധ്യതകളുള്ള ഒരു നാടിന്റെ ചിത്രമാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിനൊപ്പം അവിടേക്ക് എത്തിച്ചേരാനുള്ള ലോകോത്തര നിലവാരത്തിലുള്ള റോഡ് ശൃംഖലയും ഒരുങ്ങുകയാണ്. ആരോഗ്യരംഗത്ത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, വിദ്യാഭ്യാസ രംഗത്ത് നവീകരിച്ച സ്കൂളുകൾ, കായിക രംഗത്ത് പുതിയ സൗകര്യങ്ങൾ, കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം, ആയുർവേദ ഗവേഷണത്തിന് അന്താരാഷ്ട്ര കേന്ദ്രം, വ്യവസായങ്ങൾക്ക് പുതിയ സാധ്യതകൾ, ഇങ്ങനെ സമസ്ത മേഖലകളിലും വികസനത്തിന്റെ വലിയ മുന്നേറ്റമാണ് മട്ടന്നൂരിൽ ദൃശ്യമാകുന്നത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് കിഫ്ബിയിലൂടെയും മറ്റ് സർക്കാർ ഏജൻസികളിലൂടെയും ഈ മണ്ണിലേക്ക് എത്തുന്നത്. ഇത് കേവലം കണക്കുകളല്ല, മറിച്ച് മട്ടന്നൂരിൻ്റെയും ഉത്തര മലബാറിൻ്റെയും ഭാവിയെക്കുറിച്ചുള്ള സർക്കാരിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടും ദീർഘവീക്ഷണവുമാണ്. ഈ പദ്ധതികളെല്ലാം പൂർണ്ണമാകുമ്പോൾ മട്ടന്നൂർ കേരളത്തിലെ ഒരു പ്രധാന സാമ്പത്തിക, ഗതാഗത, ആരോഗ്യ, വിദ്യാഭ്യാസ ഹബ്ബായി മാറും. അത് ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തും, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, നാടിന് പുത്തൻ ഉണർവേകും. വികസനത്തിൻ്റെ ഈ ചിറകിലേറി മട്ടന്നൂർ പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരുകയാണ് എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. വികസന വേദിയിൽ വിജയകേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.